അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകരുത്. പോലീസ് കെ സുരേന്ദ്രനെ വലിച്ചിഴച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തോളത്തിരുന്ന ഇരുമുടിക്കെട്ട് താഴെ വീണു എന്നുള്ളത് സത്യമാണ്. അതിനെ വലിച്ചിഴക്കലായൊക്കെ CPM-കാർക്ക് തോന്നുന്നത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ഇപ്പോഴും ഈ ഭക്തർക്കെതിരെ ചുമത്തിയ ശരണമന്ത്രങ്ങൾ മുഴക്കിയതിന് വരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കലാപസാധ്യത എന്നുള്ള വ്യാഖ്യാനത്തിൽ അത് തൃപ്തി അടയാൻ സാധിക്കുമോ? ആദ്യം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ് ഞങ്ങളല്ല, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. അതിൻ്റെ വിഷ്വൽ ഞാൻ വേണേൽ കാണിക്കാം. CPM-കാരും ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ വിശ്വാസത്തെയും അംഗീകരിക്കുന്ന ആളുകളാണ്. ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞത് BJP-യുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. വിഷ്വൽ വേണേൽ ഞാൻ കാണിക്കാം. അടുത്തത്, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് ആദ്യം പറഞ്ഞ ആരാ? ചരിത്രം പോലും അറിയാവോ? 2000 പറയട്ടെ, നിങ്ങൾ പറഞ്ഞതിലേക്ക് വരിക. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് ആദ്യം പറഞ്ഞത് BJP-യുടെ മുൻ ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയാണ്. 2016 പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? 2014 അദ്ദേഹം പറഞ്ഞത് 1000 വർഷങ്ങൾ പിന്നിട്ടാലും എന്താചാരമുണ്ടെങ്കിലും സ്ത്രീകളുടെ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞത് RSSന്റെ നേതാവായിട്ടുള്ള ഭയ്യാജി ജോഷിയാണ്. രണ്ടാമത്തെ കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കലാപമുണ്ടായാൽ, ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ കേസെടുക്കേണ്ട ഉത്തരവാദിത്വം നിയമവ്യവസ്ഥയ്ക്കുണ്ട്. കലാപ ശ്രമങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കേസുകളും സർക്കാർ. സന്ദീപ്, അത് തന്നെയാണ് ചോദ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ ഭക്തർക്കെതിരെ ചുമത്തിയ ശരണമന്ത്രങ്ങൾ മുഴക്കിയതിന് വരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കലാപസാധ്യത എന്നുള്ള വ്യാഖ്യാനത്തിൽ അത് തൃപ്തി അടയാൻ സാധിക്കുമോ സന്ദീപ്? അല്ല, ആദ്യമേ തന്നെ ഇവിടെ CPIM-ന്റെ ഇവിടെ ചർച്ച കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായും CPM പ്രതിനിധിയോട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിരളി പൂണ്ടിട്ട് കഥയൊന്നുമില്ല. ഇത് തന്നെയാണ് ശബരിമല പ്രക്ഷോഭകാലത്തും കണ്ടത്. എന്തിനാണ് വെറുതെ ക്ഷോഭിക്കുന്നതിൻ്റെ ആവശ്യം? എന്താ? ഇവിടെ നിങ്ങളാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം AKG സെൻ്ററാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്? അപ്പോൾ അത് പറയുമ്പോൾ ക്ഷോഭിച്ചിട്ട് കഥയില്ല. നിങ്ങൾ നിലപാട് മാറ്റുന്നത് പോലെ ഞങ്ങൾക്ക് നിലപാട് മാറ്റാൻ പറ്റുമോ? അല്ലല്ല, നിങ്ങൾ അപ്പോൾ കാണുന്നവരെ അപ്പായ എന്ന് വിളിക്കുന്നത് പോലെ നാട്ടുകാർക്കെല്ലാം വിളിക്കാൻ പറ്റില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ക്ഷോഭിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ മറുപടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുക. അതല്ലാതെ മസില് കാണിച്ച് ഈ പരിപാടി അലങ്കോലപ്പെടുത്താനൊന്നും ദേവി അത് ശ്രമിക്കരുത്. അല്ലല്ല, ആർക്കും അവിടെ അവസരം നിഷേധിച്ചില്ല. പരിപാടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാവർക്കും അവസരം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ശശികുമാറിന്റെ ചില പരാമർശങ്ങൾ എന്താണ്? ബഹുമാനപ്പെട്ട ശശികുമാർ, കലാപം എന്നൊന്ന് വിശദീകരിച്ച് തരാമോ? പന്തളത്ത് ഇദ്ദേഹം പറഞ്ഞല്ലോ, പന്തളത്ത് NSS നടത്തിയ നാമജപ ഘോഷയാത്രയെ പറ്റി പറഞ്ഞു. അത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ എന്ന പേര് മറന്നു പോകുന്നത്? ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആൾ ഏത് കലാപത്തിൽ പങ്കെടുത്ത ആളായിരുന്നു എന്ന് പറഞ്ഞുതരാമോ ശശികുമാർ? CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുണ്ടായ കല്ലേറിലാണ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ മരിച്ചുപോയത്. അല്ല, നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്നാണ്. ശരിയാണ്, എല്ലാ മരണവും ഹൃദയസ്തംഭനം മൂലമാണ്. ഹൃദയം സ്തംഭിക്കാതെ ആരും മരിക്കാറില്ല. പക്ഷേ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കല്ലേറുണ്ടായി. ആരാണ് ഇവിടെ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്? നിങ്ങളുടെ തോമസ് ഐസക് അല്ലേ പറഞ്ഞ നാമജപഘോഷയാത്ര, തെറിജപഘോഷയാത്ര എന്ന് വിളിച്ച് ഈ നാട്ടിലെ മുഴുവൻ ഭക്തരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത് ആരായിരുന്നു? അപ്പം നിങ്ങളിപ്പോൾ പമ്പയിൽ പോയിരിക്കുന്നത് പമ്പ ഗണപതിയുടെ മുൻപിലല്ലേ? ആ ഗണപതി മിത്താണോ അല്ലയോ എന്ന് ആദ്യം വിശദീകരിച്ചിട്ട് പോരെ പമ്പ ഗണപതിയുടെ മുൻപാകെ പോയി ഈ അയ്യപ്പ ഭക്തസംഗമം നടത്തുന്നത്? അപ്പോൾ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ചോദ്യങ്ങൾ വരുമ്പോൾ ക്ഷോഭിച്ചിട്ട് കഥയില്ല. കാരണം നിങ്ങളുടെ നിലപാടുകളാണിത്. കേരളത്തെ ഒരു വർഗീയ കലാപത്തിലേക്ക് അഴിച്ചുവിട്ടത് ശ്രീമാൻ പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള AKG സെന്ററിന്റെ ഗൂഢാലോചന തന്നെയാണ്. ഇവിടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ എന്തായിരുന്നു സർക്കാരിന് തിടുക്കം? ഇവിടെ ബിന്ദു അമ്മയുടെ കാര്യം പറഞ്ഞു. ഈ വിഷയം ഉണ്ടായപ്പോൾ VN വാസവന്റെ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട ശശികുമാർ മറന്നു പോകരുത്. വാസവൻ പറഞ്ഞ ആദ്യ സ്റ്റേറ്റ്മെന്റ് ബിന്ദു അമ്മണിയെ പോലെയുള്ളവരെ ഞങ്ങൾ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നാ. എന്തു പറ്റി? നട്ടല് വിറച്ചു പോയോ? തന്റെ ഇടമുണ്ടെങ്കിൽ ബിന്ദു അമ്മണിയെ കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തിന്. നിങ്ങളുടെ ADGP അല്ല, ബിന്ദു അമ്മണി അയ്യപ്പ ഭക്തയാണ് എങ്കിൽ അല്ല, ബിന്ദു അമ്മണി എന്താ എന്ന് പറഞ്ഞത്? ഞാനൊരു അയ്യപ്പ ഭക്തയാണ്, കോടതി വിധി വന്നതോടുകൂടി എനിക്ക് എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയിലേക്ക് വരുന്നു. ശരി, സമ്മതിച്ചു.
എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ബിന്ദു അമ്മിണിയെ ക്ഷണിക്കാത്തത്? അപ്പൊ അതുകൊണ്ട് ദേവിയത് ഭക്തന്മാരെ വെറുതെ കലാപകാരികളൊന്നും വിളിക്കരുത്. ഇവിടെ CIAയുമായി ബന്ധപ്പെട്ട അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കറിയാം, ഒരു വാട്സപ്പ് ഹർത്താൽ നടന്നു കേരളത്തിൽ. മറന്നുപോയോ ശശികുമാറെ? വാട്സപ്പ് ഹർത്താൽ കേരളത്തിൽ നടന്നില്ലേ? കേരളത്തിലെ മുഴുവൻ ബേക്കറികളും കൊള്ളയടിച്ചുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ കലാപം അഴിച്ചുവിട്ടു. അത് കലാപമായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് കലാപമാണ്. തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലായ്മ ചെയ്യണം, ട്രക്ക് ഓടിച്ച് കയറ്റണം. ഒരാൾ ആഹ്വാനം ചെയ്തില്ലേ? തൃശ്ശൂർ പൂരം പോലെയുള്ള, കൊടുങ്ങല്ലൂർ ഭരണി പോലെയുള്ള വലിയ ആഘോഷങ്ങൾക്കിടയിലേക്ക് തക്ബീർ വിളിച്ചുകൊണ്ട് ട്രക്കുകൾ ഓടിച്ചു കയറ്റി വൻ കൂട്ടക്കൊല നടത്തണമെന്ന് പ്രസംഗിച്ചത് കേരളത്തിലാണ്. എന്തേ ശശികുമാറും പിണറായി വിജയൻ അടക്കമുള്ളവർ കാണാതെ പോയി? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തെ അധിക്ഷേപിച്ച് ഒരു ലീഗിന്റെ പ്രതി സംസാരിച്ചില്ലേ? ഞാൻ ഈ വേദിയിൽ അത് പറയുന്നില്ല, ഈ വേദി അതിനുള്ളതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്തേ പിണറായി വിജയൻ കേസെടുക്കാതെ പോയത്? അപ്പം അതുകൊണ്ട് നിങ്ങൾ തരാതരം പോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു പ്ലോട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്കതിൽ കൈവള്ളി. 20 സീറ്റിൽ 19 തോറ്റപ്പോൾ പിണറായി വിജയന് ബോധോദയം ഉണ്ടായി. ഇന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ ഒരു വിള്ളലുണ്ടാക്കി 4 വോട്ട് കിട്ടുമോ എന്നുള്ള കുറുക്കൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് യാതൊരു പ്രസക്തിയുമില്ല, സാങ്ക്ടിറ്റിയുമില്ല, പവിത്രതയും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ചോദ്യം. CPM-ന്റെ ആൾക്കാർക്ക് ചോദിക്കൂ. മൈക്ക് തിരിച്ചു കൊടുത്തോ ചേട്ടാ? ആ ചേച്ചി ഒരു നിമിഷം. ആ ചോദിച്ചോളൂ. അല്ല, ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഞാൻ അവിടേക്ക് വന്നതിൻ്റെ കാരണം അഡ്വക്കേറ്റ് M. ശശികുമാർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ചോദ്യം ചോദിച്ചു. ചോദ്യങ്ങളെ ആരും കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെട്ട് ഓടത്തില്ല, അങ്ങനെ ധാരണയും നിങ്ങൾക്ക് വേണ്ട. പറയട്ടെ. അപ്പോൾ ആദ്യം ഒരാൾക്ക് മൈക്ക് കൊടുത്തു. സാധാരണ ഞങ്ങൾ ആദ്യം മുതൽ കണ്ടുവന്ന ഒരു രീതി, ഒരാൾ സംസാരിക്കുന്നതിനിടയ്ക്ക് മൈക്ക് കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അവതാരകന് ചോദിക്കുക ഇടയ്ക്ക്. കാരണം പ്രത്യേകിച്ച് ജനം TV-യുടെ അവതാരകൻ BJP രാഷ്ട്രീയം പേരുന്ന ആൾ, അതൊരു കുറ്റമായും കാണുന്നില്ല. ഓരോ ചാനലിനും ദേശീയ രാഷ്ട്രീയം, നല്ല അസലായിട്ട് വർഗീയ രാഷ്ട്രീയം, നല്ല അസലായിട്ട് വർഗീയ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയം, മനുഷ്യവിരുദ്ധ രാഷ്ട്രീയം ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരാണ് ജനം. വർഗീയ രാഷ്ട്രീയം എത്ര ഉച്ച വെച്ചാലും വർഗീയ രാഷ്ട്രം നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ജനവിരുദ്ധതയുടെ ഉത്തംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ചാനലാണ് ജനം TV. ഞങ്ങൾ പറയുന്നു ഭക്തർക്കൊപ്പമാണ്, ഞങ്ങൾ പറയുന്ന ദേശീയ രാഷ്ട്രീയമാണ്. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ആദ്യം രമേശ് പേരിച്ചേരി BJP നേതാവ് എഴുന്നേറ്റ് ചോദിച്ചു, മൈക്കില്ലാതെ ചോദിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ അനങ്ങില്ല. വീണ്ടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മൈക്ക് കൊടുത്തു. ഇവിടെ നിന്നുകൊണ്ടാണ് ചോദ്യം പറഞ്ഞില്ല. അല്ല പറയട്ടെ, ചോദ്യം അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ചോദ്യം പറയും. ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഭീഷണി വന്നത്. ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലാതെ അല്ല, ഈ ഇത് അംഗീകരിക്കില്ല എന്ന് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യമുള്ളൂ. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ 2 പേര് ഇവിടെ ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണിയുടെ 2 പേര്. അതിൽ ഇന്ത്യ മുന്നണി അതെന്താ പറഞ്ഞത്? എന്തുകൊണ്ടാ പറഞ്ഞത്? ഒരു നേതാവ് ഇവിടെ പറഞ്ഞായിരുന്നു, ആദ്യം പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ഒരു മുന്നണിയുടെയാണ് 2 പേര്. അത് പോട്ടെ, അതല്ല ഞാൻ പറയാമെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ശശികുമാർ സഖാവ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇത് സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ വേണ്ടി BJP-യുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത പരിപാടിയാണോ? അതുകൊണ്ടാണോ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ വിഷയം എടുത്ത് ചർച്ചയ്ക്കിട്ടത് എന്നൊരു സംശയം എനിക്കുണ്ട്. അല്ല, ആരാണ് ഇരുമുടിക്കടിച്ചോ? അല്ല, അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകരുത്. അല്ലല്ല, നിങ്ങളുടെ പോലീസ് പോലീസ് K. സുരേന്ദ്രനെ വലിച്ചിഴച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തോളത്തിരുന്ന ഇരുമുടിക്കെട്ട് താഴെ വീണു എന്നുള്ളത് സത്യമാണ്. അതിനെ വലിച്ചിഴക്കലായൊക്കെ CPM-കാർക്ക് തോന്നുന്നത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. എന്തുകൊണ്ട് CPM-ന്റെ പോലീസ് പിണറായി K. സുരേന്ദ്രനെതിരെ 700 കേസുകൾ എടുത്തല്ലോ? എന്തേ തൂക്കിക്കൊല്ലാതിരുന്നത്? 700 കേസുകളുണ്ട്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ മുഴുവൻ കോടതികളിലും കയറി ഇറങ്ങുന്നുണ്ട് ഈ വിഷയത്തിന്റെ പേരിൽ. ആരാണ് ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞത്? നിങ്ങളുടെ പോലീസ് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കയറി, അദ്ദേഹത്തിനെ മർദ്ദിച്ചു. സ്വാഭാവികമായി ഇരുമുടിക്കെട്ട് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അജയ 20 സീറ്റിൽ 19 തോറ്റ് കനൽ ഒരു തരിയായി അധപ്പതിച്ചു പോയത്. കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്.
യെസ് 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 ശ്രീ അനിൽ ഒന്ന് ഒരു കൂട്ടിച്ചേർത്ത് കേട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് തന്നെയാണ് അതിൽ അങ്ങയുടെ ഒരു അഭിപ്രായം കൂടി, അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അദ്ദേഹം ഏതാണ്ട് ഇണ്ടാ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാളയാർ ചുരം കഴിഞ്ഞാൽ ഒരു ചുമന്ന കൊടി പോലും ഇല്ലാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിനെ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെ എല്ലാം തന്നെ അയ്യപ്പൻ ആരാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ കോടാനുകോടി രൂപ മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശ്രീ സന്ദീപ് വാചസ്പതി അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വൈകിട്ടാണ് മറ്റേനാൾ നടക്കാൻ പോകുന്ന ഒരു സംഗമത്തിൻ്റെ അവസാനത്തെ നോട്ടീസ് ഇറങ്ങി ഇന്നാണ്. പക്ഷേ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പാ സന്നിധിയിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ജർമ്മൻ പന്തൽ കെട്ടാനുള്ള പൈസയും കൊട്ടേഷനും ഒന്നും ഇല്ലാതെ തന്നെ ഒരു കള്ളത്തരവും അവിടെ കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ CPM-ൻ്റെ പ്രതിനിധികളുണ്ട്. അവരുടെ സമ്മേളനങ്ങളും സംഗമങ്ങളും നടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന നടപടിക്രമം എന്താണ്? ആദ്യം അവർ പുഷ്പാർച്ചന നടത്തും, അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നടത്തും. അതിനുശേഷം മരിച്ചിട്ടില്ല, രക്തസാക്ഷികൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. എന്നാൽ തൻ്റെ ഇടമുണ്ടോ പിണറായിക്കും വാസവനും അവിടെ ഒരു ഗണപതി ഹോമം നടത്താൻ, അവിടെ ഒരു അയ്യപ്പനെ സ്വാമിയെ വിളിക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും വാസവനോ പിണറായിക്കോ ഉണ്ടെങ്കിൽ ഇത് ആത്മാർത്ഥമായിട്ടുള്ള അയ്യപ്പ സംഗമമെന്ന് ഞങ്ങൾ പറയാം. ഒരിക്കലും സാധിക്കില്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരിക്കലും സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ശ്രീ രമേശ് ചോദിച്ചൊരു ചോദ്യത്തിന് മറൊരു ചോദ്യം കൂടിയുണ്ട്. കേരള നിയമസഭയിൽ ഐക്യമുന്നണിയും അല്ലെ ഇന്ത്യ മുന്നണിയും CPM-ഓട് ഐക്യകണ്ഠേന തീരുമാനമെടുക്കുന്ന ചില ബില്ലുകൾ മാത്രമേ ഉള്ളൂ. ഏതാണെന്നറിയാവോ? ശമ്പളം കൂട്ടിക്കിട്ടാനുള്ള ബില്ലുകൾ, മദനിയെ റിലീസ് ചെയ്യാൻ ജാമ്യത്തിൽ വിടാനുള്ള ബില്ലുകൾ, CAA-ക്ക് എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള ബില്ലുകൾ. വേറെ ഒന്നിനും ഇവർ കൂട്ടുകൂടത്തില്ല. ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി CPM-ന്റെ പ്രതിനിധിയും ഐക്യകണ്ഠേന ഈ ശബരിമലയിലെടുത്തുള്ള കേസുകൾ പിൻവലിക്കണമെന്നുള്ള ഒരു കോമൺ അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അതില് ക്ഷണിക്കാൻ പോയപ്പോ കണിച്ചുകുളങ്ങര പോയപ്പോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രശാന്തിനെ അടുത്തിരുത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ ആദ്യം പിൻവലിക്കണമെന്ന്.